ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം അത് കർത്താവ് നിനക്ക് തരട്ടെ എന്ന് ആശംസിക്കുക. ഈ ദിവസത്തിൽ നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഈശോ പഠിപ്പിച്ച ഒരു കാര്യം നിന്നിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കട്ടെ. ഏറെ ശ്രദ്ധിക്കേണ്ട, പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈശോ പറയുക. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 31-ാം തിരുവചനം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. മറ്റുള്ളവരിൽ നിന്ന് പലതും നീ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പല രീതിയിൽ മറ്റുള്ളവർ നിന്നോട് ഇടപഴകണമെന്ന്. അതിനൊരു മാനദണ്ഡമാണ് ഈശോ പറയുക. നീ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ അതൊക്കെ നീ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. നന്മ ആദ്യം നിന്നിൽ നിന്ന് പുറപ്പെടട്ടെ, ബാക്കി നന്മകളൊക്കെ നിന്നിലേക്ക് വന്നുകൊള്ളും. നീ ആദ്യം മാക്സിമം നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരിൽ നിന്ന് എന്ത് വരും എന്നുള്ളതല്ല, എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ ഇന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. അത് നീ എടുക്കേണ്ട തീരുമാനം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, ചെയ്യാവുന്ന നന്മകളെല്ലാം ചെയ്യുവാനുള്ളൊരു പ്രേരണ നൽകണമേ. അതുള്ള ജ്ഞാനം നൽകണമേ. മറ്റുള്ളവരെന്തായിരിക്കുമെന്നോ എന്തു ചെയ്യുമെന്നോ ഫോക്കസ് ചെയ്യാതെ മാക്സിമം നിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് ഈ വ്യക്തി നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാം തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നീ എൻ്റെ സർവ്വം